അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. ദിനംപ്രതി അപകടങ്ങളുടെ എണ്ണം കൂടുന്നു. കാരണങ്ങളോ പലതാണ്. അമിതവേഗം, അശ്രദ്ധ, ഫോൺ വിളി, മദ്യപാനം തുടങ്ങി പല കാരണങ്ങൾ. ഇതിനൊപ്പം പറയേണ്ട മറ്റൊന്നു കൂടിയുണ്ട്: റോഡിലെ കുഴികൾ. മോശം റോഡ് കാരണം അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുമോ? എവിടെ പരാതി നൽകണം? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമോ? പലരുടെയും സംശയമാണ്. നോക്കാം നോട്ട് ദ ലോ പോയിന്റ്. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പാകത്തിലുള്ള റോഡ് നമ്മുടെ അവകാശമാണ്. മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതി, ഹൈക്കോടതി വിധികളും ഈ അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റോഡിന്റെ മോശം അവസ്ഥയും കുഴികളും കാരണം അപകടമുണ്ടായാൽ ഉത്തരവാദികളായ തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റി എന്നിവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാം. ഒപ്പം ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കും വ്യക്തിപരമായ ബാധ്യത ഉണ്ടായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട്. ഇതാണ് നിയമം. അപ്പോൾ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപകടം സംഭവിച്ചാൽ റോഡിലെ കുഴിയുടെയും ഒപ്പം വാഹനത്തിന് സംഭവിച്ചത് എന്തെന്ന് വ്യക്തമാക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുക്കുക. പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ച് FIR അല്ലെങ്കിൽ ജനറൽ ഡയറി എൻട്രി രജിസ്റ്റർ ചെയ്യുക. അപകട കാരണം എന്തെന്ന് ഇതിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. പരിക്ക് കാരണം ചികിത്സ തേടിയെങ്കിൽ OP ടിക്കറ്റ്, ഡിസ്ചാർജ് സമ്മറി, ചികിത്സാ ചിലവുകളുടെ ബില്ലുകൾ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സൂക്ഷിച്ചു വയ്ക്കണം. ഇതോടൊപ്പം അപകടം നേരിട്ട് കണ്ട പ്രദേശവാസികളോ മറ്റ് യാത്രക്കാരോ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കാൻ മറക്കരുത്. ശരി, ഇതൊക്കെ ശേഖരിച്ചു വെച്ചു. ഇനിയാണ് പ്രധാന ഭാഗം. നഷ്ടപരിഹാരം ലഭിക്കാൻ എവിടെയൊക്കെ സമീപിക്കാം? 1. ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ കെൽസ. ജില്ലാ നിയമസേവന അതോറിറ്റി വഴി വളരെ വേഗത്തിൽ ഫയൽ ചെയ്ത് അദാലത്തുകളിലൂടെ വലിയ തുകകൾ നഷ്ടപരിഹാരമായി വാങ്ങാൻ കഴിയും. ഇതിന് ഒരുപാട് മുൻകാല ഉദാഹരണങ്ങളുമുണ്ട്. 2. സിവിൽ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഉത്തരവാദികളായ വകുപ്പിന് നോട്ടീസ് അയച്ചതിനു ശേഷം സിവിൽ കോടതിയിലോ അല്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലോ നമുക്ക് റിട്ട് ഹർജി സമർപ്പിക്കാം. 3. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ. വാഹനത്തിന്റെ ഇൻഷുറൻസ് വഴിയും മോട്ടോർ വാഹന നിയമ ഭേദഗതികൾ അനുസരിച്ചും ട്രിബ്യൂണൽ മുഖേനയും ക്ലെയിം ചെയ്യാൻ സാധിക്കും. റോഡുകൾ നിലവാരമുള്ളതാകണം. അതിനുള്ള ഉത്തരവാദിത്തം വകുപ്പുകൾക്കുണ്ട്, എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. വീഴ്ച സംഭവിച്ചാൽ അത് ഔദ്യോഗിക കൃത്യവിലോപമാണ്. മഴക്കാലമാണ്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം നിറഞ്ഞ കുഴികൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. അപകടം സംഭവിക്കാതിരിക്കട്ടെ. ഇനി സംഭവിച്ചാലും ധൈര്യമായി പരാതിപ്പെടാം. നിയമം നമ്മുടെ കൂടെയാണ്.